സാറേ, നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഓരോ ആഴ്ച തോറും സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 2019 303 സീറ്റുമായി അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 2014 ടാർഗറ്റ് ചെയ്യുന്നത് 400 സീറ്റാണ്. 400 സീറ്റിൽ 370 BJP ഒറ്റക്കും ബാക്കി 30 NDAയിലെ മറ്റ് ഘടകകക്ഷികളും. 370 എന്ന് പറയുന്നതിന് ഒരു ന്യൂമറിക്കൽ ഒരു ന്യൂമറോളജിക്കൽ കൂടിയാണത്. കാരണം എന്താ വെച്ചാൽ 370 വകുപ്പ് എടുത്തു മാറ്റിയതിന് ഉണ്ടാക്കിയ ഇന്ത്യയുടെ ചരിത്രപരമായ ഒരു ഇമ്പോർട്ടൻസ് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വളരെ ആ വാക്ക് പ്രയോഗിക്കുന്നത്. ഒരിക്കലും ആ നമ്പർ തിരഞ്ഞെടുത്ത് 370 പക്ഷെ ഞാൻ ആ നമ്പറിനെ, നമുക്കൊക്കെ ആ നമ്പറിനെ കാണാവുന്നത് വേറൊരു അർത്ഥത്തില്ല. അതിനൊരു പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 543-ന്റെ 2 362. അപ്പോൾ 370 എന്ന് അദ്ദേഹം പറയുന്നത് വളരെ സിമ്പിളായി പ്രഖ്യാപിക്കുകയാണ്. 2 ഭൂരിപക്ഷത്തോടെ ഇന്ത്യയിൽ മൗലികമായ ഭരണപരിഷ്കാരങ്ങൾ ആരോടും ചോദിക്കാതെ നടപ്പിലാക്കാൻ BJP ഒറ്റക്ക് സാധിക്കുന്നുള്ള പ്രഖ്യാപനം. അപാരമായ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം സാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടാണ് നോമിനേഷൻസ് കൊടുത്തത്. അപ്പോൾ നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാനത്തെ ദിവസമാണ് ഇന്ന് കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിലല്ല, കേരളത്തിൽ ഇന്ന് അവസാനിക്കുന്നു. ഞാൻ പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ എടുക്കുമ്പോൾ എന്തായാലും ജൂൺ 4 വരെയാണ് നമുക്ക് സമയമുള്ളത്. ഇപ്പോഴത്തെ ഈ ആത്മവിശ്വാസം NDA മുന്നണിയുടെ ആത്മവിശ്വാസത്തെ അവർക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോലുള്ള സാധാരണ നിരീക്ഷകർക്ക് തോന്നാവുന്ന, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് തോന്നാവുന്ന കുറേ സംഭവവികാസങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടായി. കാരണം ഒരു ഇലക്ഷൻ്റെ മുന്നിൽ സാധാരണഗതിയിൽ ഒരു പാർട്ടി ചെയ്യാൻ മടിക്കുന്ന എന്ന് വെച്ചാൽ പാർട്ടി ചെയ്തതല്ലെങ്കിൽ പോലും പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വെയിറ്റ് എന്ന് പറയാമായിരുന്ന നടപടികൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. 2, ചില നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ CAB പോലുള്ള ബില്ലിന് ചട്ടങ്ങൾ നിർമ്മിക്കാതെ നടപ്പിലാക്കാൻ 4 കൊല്ലത്തിലേറെ താമസിപ്പിച്ചിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് നടപ്പാക്കേണ്ടി വരുന്നതിൻ്റെ, അതും പ്രക്ഷോഭങ്ങൾ വിളിച്ചു വരുത്തുകയാണല്ലോ, അത്തരം നടപടികൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്തരം സംഭവവികാസങ്ങൾ എങ്ങനെയാണ് NDA മുന്നണിയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം കേജ്രിവാളിൻ്റെ അറസ്റ്റ് എടുക്കാം. കേജ്രിവാളിൻ്റെ അറസ്റ്റ്, അതിപ്പോൾ ഡൽഹിയിൽ എന്നും പ്രക്ഷോഭങ്ങളുണ്ട്, കോടതി ഇടപെടുന്നുണ്ട്. കേജ്രിവാളിന് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ നിരന്തരമായിട്ട് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയെ പുറത്തുവിട്ടു. കെജ്രിവാൾ സംഭവം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിന് എങ്ങനെ ബാധിക്കുന്ന സാർ കരുതുന്നത്? അത് തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസിനെ ബാധിക്കുന്ന ഞാൻ കരുതുന്നില്ല. എന്താന്ന് വെച്ചാൽ ആ അറസ്റ്റുകളൊന്നും ഇവിടം കൊണ്ട് നിൽക്കുമെന്നും ഞാൻ കരുതുന്നില്ല. കാരണം അതിൽ ഇനിയും 3-4 മന്ത്രിമാർ, ആദിഷി, ഭരദ്വാജ്, കൈലാസ് ഗെലോട്ട് എന്ന് പറഞ്ഞവരൊക്കെ ഒന്നിൽ കൂടുതൽ അഴിമതികളിൽ ഭാഗഭാക്കുകളാണ് അവർ. ജൽ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട അഴിമതി, അത് കഴിഞ്ഞ ദിവസമൊക്കെ കോടതിയിൽ ഒരുപാട് വാർത്തകൾ ഇവിടുത്തെ പത്രങ്ങളിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജൽ ബോർഡ് അഴിമതിയും കൂടി കോടതിയിലൊക്കെ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അതിൻ്റെ FIR ഒക്കെ കോടതി നോക്കുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ മണി ലോണ്ടറിങ് കേസുകളിലൊക്കെ ജാമ്യം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ നടപ്പുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമല്ല. ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ഈ 3ാമതും സുനിത കേജ്രിവാൾ മറ്റേ വീഡിയോ വന്നിട്ടുണ്ട്. 2 നേരത്തെ വന്നു, ഇന്ന് 1 കൂടി വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. ഭർത്താവ് ജയിലിൽ കിടക്കുന്നു, ഭർത്താവിൻ്റെ പ്രതിനിധിയായിട്ട് ഇവർ പുറത്ത് സംസാരിക്കുന്നു. അപ്പോൾ ഭഗത് സിംഗിൻ്റെ ചിത്രം പുറകിൽ, അംബേദ്കറിൻ്റെ ചിത്രം നടുവിൽ, ഒരു ഫോട്ടോഷോപ്പ് ചെയ്ത കേജ്രിവാളിൻ്റെ ചിത്രം അഴിക്ക് ഉള്ളിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ കേജ്രിവാൾ നിൽക്കുന്ന ചിത്രം, അതാണ് നടുവിലെ ചിത്രം. എന്ന് വെച്ചാൽ ഭഗത് സിംഗിൻ്റെ അംബേദ്കറിൻ്റെയൊക്കെ ഒരു നിലയിലേക്ക് കേജ്രിവാൾ ഉയർന്നു എന്ന മട്ടിലാണ് ഈ ചിത്രീകരണം. പക്ഷെ ഈ ഭഗത് സിംഗ് ആരായിരുന്നു, അംബേദ്കർ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് കേജ്രിവാൾ ആരാണ് എന്നുകൂടി അതിനോട് ചേർത്ത് അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുള്ളത്. പക്ഷേ ഈ സംഭവങ്ങൾ തുടങ്ങുന്നത് ഒരുപക്ഷെ കേജ്രിവാളിനെ പലതവണ വിളിച്ചിട്ടും പോകാത്ത കേജ്രിവാളിനെ ഒരുപക്ഷെ ആ കാരണം കൊണ്ട് സ്വാഭാവികമായി നീണ്ടുപോയതാവാം. അറസ്റ്റ് ചെയ്യുന്നൊരു ഘട്ടം
ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ മുന്നണിയായി എന്നൊരു ഘട്ടത്തിലാണ്. ആ അത് രാഷ്ട്രീയമായ സംശയങ്ങൾ ഉണ്ടാക്കൂലേ ഗവൺമെന്റിനെതിരായിട്ട്? അതല്ല, ഇപ്പോൾ അവിടെ ഒരു റാലി നടന്നു. ആ റാലിയിൽ പങ്കെടുത്ത നേതാക്കൾ തന്നെ, അതായത് രണ്ടുപേര് കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രണ്ടുപേരും, ആ സൊറൻ്റെ സീതാ സൊറൻ, കൽപ്പന സോറൻ, സുനിതയും ഒക്കെ. ആ റാലി എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെ റാലി ആയിരുന്നു എന്നൊക്കെ ഉള്ളത് നാട്ടുകാർക്ക് അറിഞ്ഞൂടെ? ഇതിനേക്കാൾ വലിയ കുംഭകോണങ്ങളിലൊക്കെ പെട്ട ആളുകളായിരുന്നു. ഇവിടെ തന്നെ ഈ പാവങ്ങൾക്ക് വൈദ്യുതി ചെറിയ പണത്തിന് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഇടത്തരക്കാരെ പിഴിഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. അവിടെ ഒരു സാധാരണ ഇടത്തരം വീട്ടുകാർക്ക് മാസം 5000 രൂപ മുതൽ 8000 രൂപ വരെ വൈദ്യുതി ബില്ലുണ്ട്. അങ്ങോട്ട് ചാർത്തിയിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഈ അഴിമതി, മദ്യ അഴിമതിയാണല്ലോ, അതിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ ഇ ഡി പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് കണ്ടെത്തേണ്ടതുണ്ട്, അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം. അങ്ങനെയല്ല, ഇയാളുടെ ഇൻവോൾവ്മെന്റ് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഫോണിന്റെ പാസ്വേഡ് ആപ്പിൾ ഫോണിന്റെ ഇയാൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടില്ല. ഇപ്പൊ 117 ഫോണുകളിൽ 17 ഫോണുകളെ കിട്ടിയിട്ടുള്ളൂ. ഇ ഡി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പലതും. അത് ഇയാൾ ഈ മറ്റേ അഴിമതിക്കാരനോട് വീഡിയോയിൽ സംസാരിച്ചതൊക്കെ റിട്രീവ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇവിടുത്തെ പത്രങ്ങളിൽ കാണുന്ന പോലെയൊന്നും അല്ല, തെളിവുണ്ട്. വീഡിയോയിൽ സംസാരിക്കുന്നത് റിട്രീവ് ചെയ്തിട്ടുണ്ട് കേജ്രിവാൾ. പിന്നെ ഡൽഹി ഇലക്ഷൻ, ഗോവ ഇലക്ഷൻ, പഞ്ചാബ് ഇലക്ഷൻ, ഇതൊക്കെ ഫിനാൻസ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കണ്ടു, അത് ഞാൻ കണ്ടു സാർ. ഇത് ഇപ്പോൾ ജയിലിൽ ഇരുന്നുകൊണ്ട് സഞ്ജയ് സിംഗിനെ പുറത്തേക്ക് വിട്ടത് ഞങ്ങൾക്ക് അതിൽ വിരോധമില്ല എന്ന് മറ്റേ അഡീഷണൽ അറ്റോർണി ജനറൽ പറഞ്ഞിട്ടാണല്ലോ. അത് സ്വാഭാവിക ജാമ്യമാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ പാസ്പോർട്ടൊക്കെ അവിടെ തിരിച്ചു ഏൽപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ കേസിന്റെ വിചാരണയൊക്കെ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെ, എങ്കിൽ തന്നെ ഇദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുന്ന ഒരു പുതിയ കീഴ്വഴക്കം വരികയാണല്ലോ. ഒരു ഐതിഹാസികമായ ഒരു കീഴ്വഴക്കം വരുന്നത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുമോ? ജയിലിൽ നിന്നുള്ള ഈ ഭരണം അത് നീണ്ടു നിൽക്കുന്ന ഞാൻ കരുതുന്നില്ല. എന്താന്ന് വെച്ചാൽ പൊതു താല്പര്യ ഹർജി ഉണ്ടായിരുന്നല്ലോ. ആ പൊതു താല്പര്യ ഹർജിയിൽ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് കേജ്രിവാൾ മറ്റേ ഹർജി തള്ളി പൊതു താല്പര്യം. പക്ഷെ കോടതി പറഞ്ഞു മുഖ്യമന്ത്രി ആയിരിക്കണോ വേണ്ടയോ എന്നുള്ളത് കേജ്രിവാൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. ആ വാചകം പറഞ്ഞിട്ട് കോടതി പറഞ്ഞു ദേശീയ താല്പര്യമാണോ വ്യക്തി താല്പര്യമാണോ നല്ലത് എന്നുകൂടി നോക്കണം. അതിലെല്ലാം ഉണ്ട്, അതിലുണ്ടല്ലോ. ഉണ്ട്. അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കെജ്രിവാളിൻ്റെ ഈ അറസ്റ്റും അനുബന്ധ സമരങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഒന്നും ഗവൺമെന്റിന്റെ ഈ ഇലക്ഷൻ കാര്യങ്ങളെ ഡൽഹിയിലൊന്നും ഇത് കാര്യമായി ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് ഡൽഹിയിൽ നിന്ന് എന്നെ വിളിക്കുന്ന ആളുകൾ പറയുന്നത്. കോൺഗ്രസ് ആം ആദ്മി പാർട്ടി മുന്നണിയെ എങ്ങനെ ബാധിക്കും? അല്ല, കോൺഗ്രസും ആം ആദ്മിയും കുറച്ചുകൂടി ശക്തിപ്പെടാനും ഒന്നുകൂടി ശക്തിപ്പെടുകയില്ല, അവർ ഒന്നിച്ചു പോവുകയില്ല. കാരണം എന്താന്ന് വെച്ചാൽ തൃണമൂലും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ അങ്ങനെ ആപ്പുമായിട്ടൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ പഞ്ചാബിലൊക്കെ ആപ്പ് തന്നെ നിൽക്കാനും മുന്നണി അല്ലാതെ നിൽക്കാനും ഒക്കെ തീരുമാനിച്ചതാണല്ലോ അവര്. അതെ, അത് ആ ഇഷ്യൂസ് ഉണ്ട് അവർക്കിടയിലുണ്ട്. ഇനി സാർ, നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഈ തെക്കോട്ടൊരു ചാട്ടം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നാൽ ഈ കച്ചിത്തീവ് എന്ന് പറയുന്നൊരു ഇഷ്യൂ, നരേന്ദ്രമോദി ഇപ്പോൾ 74 ഇന്ത്യ ഗവൺമെൻറ്റും ശ്രീലങ്ക ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു കരാറ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇട്ടതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്തായിരിക്കും? അത് DMK അതിൽ ഇൻവോൾവ് ആണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് എടുക്കുന്നത്. അല്ലാതെ ഒരു ഇന്ദിരാഗാന്ധി ഇഷ്യൂ മാത്രമാണെങ്കിൽ എടുക്കേണ്ടതില്ലല്ലോ. കാരണം 1974 മാർച്ചിൽ ആ കരാറ്, മാർച്ച് 26, 28 ലങ്കയിലും ഇന്ത്യയിലും വെച്ച് ഒപ്പിടുക. അത് അന്ന് ഡൽഹി സേനാനായക ബന്ധാരനായക ഒപ്പിടുമ്പോൾ അതിനൊരു മാസം മുമ്പ് വിദേശകാര്യ സെക്രട്ടറി കേവൽ വർമ്മ വന്നിട്ട് കരുണാനിധിയെ ബ്രീഫ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ അണ്ണാമലയും മോദിയൊക്കെ അത് എടുക്കുന്നതിൻ്റെ തമിഴ്നാട്
രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എടുക്കുന്നതിൻ്റെ കാര്യം. എന്ന് വെച്ചാൽ ആ കച്ചയത്തീവ് വിട്ടുകൊടുക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരുടെ കൂട്ടത്തിൽ കരുണാനിധിയും കൂടി ഉണ്ടായിരുന്നു എന്നർത്ഥം. പക്ഷേ ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും. ഇന്നൊരു വാർത്ത ഉണ്ട് സാർ, നിങ്ങൾ കണ്ടോന്നറിയില്ല, ഹിന്ദുവിലെങ്ങാണ് ഞാൻ കണ്ടത്. വാർത്ത എന്താണെന്ന് വെച്ചാൽ 2015 മോദിയുടെ ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ സുഷമാജി വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയാണ് നമ്മുടെ ജയശങ്കർ സാറാണ്. അന്ന് ഈ ഈ വിവരാവകാശ പ്രകാരം ജയശങ്കർ സാറ് കൊടുത്തൊരു മറുപടി പുറത്തു വന്നു. കണ്ടു? അത് കണ്ടു. സമുദ്രാതിർത്തിയിൽ ശ്രീലങ്കയുടെ ഉള്ളിലാണ്, ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിക്ക് ഉള്ളിലാണ് കച്ചിത്തീവ്. ഒരു കാരണവശാലും ഇന്ത്യക്ക് അതിന് മേൽ ക്ലെയിം ഇല്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ വിദേശകാര്യമന്ത്രി. പിന്നെ അത് പ്രധാനമന്ത്രി ആ ഇഷ്യൂ ഇപ്പോൾ ഉന്നയിക്കുന്നത്, അതും BJP ഗവൺമെന്റ് തന്നെ ഭരിക്കുമ്പോൾ ഉണ്ടായ ഈ രേഖ പുറത്തു വന്ന സ്ഥിതി. ജയശങ്കറിന്റെ പത്രസമ്മേളനം ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇന്നോ? അതില് എന്താ സാർ പറഞ്ഞ എക്സ്പ്ലനേഷൻ? അതിലും ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. DMKയുടെ കാര്യമൊക്കെ പറഞ്ഞു. അന്ന് ജയശങ്കർ പറയുമ്പോൾ അത് മുഴുവൻ ഡോക്യുമെന്റ്സും ഇപ്പൊ വിവരാവകാശം അനുസരിച്ചിട്ട് അണ്ണാമല എടുത്തിരിക്കുമ്പോൾ ഇത് വൊളൂമിനസ് ആണ്, ഒരുപാട് ഡോക്യുമെന്റ്സ് അതിൻ്റെ അകത്തുണ്ട്. അത് മുഴുവൻ അന്ന് ജയശങ്കർ എടുത്തിരിക്കണം എന്നൊന്നുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് 19-ാം നൂറ്റാണ്ട് മുതൽ രാമനാഥപുരം രാമനാട് രാജാവ്, വിവേകാനന്ദനെയൊക്കെ സഹായിച്ചിരുന്ന രാജാവ്, അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലമാണ് കച്ചത്തീവ്. അപ്പോ മറ്റേ റൈറ്റ്സ്, ജമീന്ദാരി റൈറ്റ്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ രാജാവിന് കൊടുത്തിട്ടുള്ളതാണ്. ഇന്ത്യയിലെ രാജാവിന്റെ കയ്യിലാണ് അവകാശം. ആ അവകാശം വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വാദിക്കാവുന്നതാണെന്ന് അന്നത്തെ അറ്റോർണി ജനറൽ MC സെത്തൽവാദ് നെഹ്റുവിനോട് പറഞ്ഞതാണ്. പക്ഷെ നെഹ്റു അത് തന്ത്രപ്രധാനമായ കാര്യമായിട്ടല്ല എടുത്തത്. നെഹ്റുവിൻ്റെ ഒരു രീതി പോലെ ഒരു പുല്ലുപോലും കിളിർക്കാത്ത സ്ഥലം എന്ന് അക്സായ് ചിന്നിനെ പറ്റി പറഞ്ഞതുപോലെ ഐ ഡോണ്ട് കെയർ എന്നുള്ള മട്ടിൽ പറയുകയാണ് ചെയ്തത്. ഈ ചെറിയ സ്ഥലം 2 കിലോമീറ്റർ സ്ഥലം കിട്ടിയിട്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ DMK കോൺഗ്രസ് മുന്നണിയുടെ ഈ ഇലക്ഷൻ ക്യാമ്പയിനെ കച്ചിത്തീവ് ഒരു തുരുമ്പെങ്കിലും ആയിട്ട് ബാധിക്കും. അത് എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷന് വലിയ തോതിലൊക്കെ അങ്ങനത്തെ ഒരു ജനതയൊന്നുമല്ല. ഇതൊരു അക്കാഡമിക് ഇന്റലക്ച്വൽ ഡിസ്കഷന്റെ ഒക്കെ ഒരു ലെവലില് എന്നാലും അതിനൊരു പ്രാധാന്യമുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ കച്ചൈത്തീവ് ഇന്ത്യക്ക് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് ജയലളിത കൊടുത്ത കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നുണ്ട്, വിധി വന്നിട്ടില്ല. അപ്പൊ അതൊരു ലൈവ് ഇഷ്യൂ തന്നെയാണ്. ആ ഇഷ്യൂ ദേശീയ തലത്തില്, അതും സത്യത്തിൽ DMKക്കെതിരെയുള്ള ഒരു ഇഷ്യൂ എന്നുള്ളതാണ് അന്ന് അമ്മ ഉന്നയിച്ചതല്ലേ, ജയലളിത ഉന്നയിച്ചത്. അത് ഏറ്റെടുക്കുകയാണ് ശരിക്കും. അത് ഏറ്റെടുക്കാതെ എൻഡോഴ്സ് ചെയ്യാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം അതൊരു ലൈവ് ഇഷ്യൂ ആണ്, തന്ത്രപ്രധാന സ്ഥലമാണ്. നമുക്ക് ചൈനയുമായിട്ടൊക്കെ ഏതെങ്കിലും ഘട്ടത്തില്, കാരണം ചൈനയുടെ അധീനതയിലാണല്ലോ ശ്രീലങ്ക. ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ശ്രീലങ്കയിൽ തൊട്ടു പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഇപ്പോൾ ഈ ഇലക്ഷനിടയിലും വരുന്നുണ്ട്. ഈ ലോക്സഭയിലെ 18ാമത് ലോക്സഭാ ഇലക്ഷൻ്റെ കൂടെ സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് AP, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൻ്റെ പേര്, അരുണാചൽ പ്രദേശിലെ ഒട്ടേറെ നാടുകളുടെ പേര് ഇപ്പോൾ ലോകഭൂപടത്തിൽ ചൈനയ്ക്ക് ഇഷ്ടം പോലെ പേര് മാറ്റിയിട്ട് ചൈനീസ് ഭാഷയിൽ അടയാളപ്പെടുത്തി ഭൂപടങ്ങൾ നിർമ്മിക്കുന്നു. മാത്രമല്ല അരുണാചൽ പ്രദേശിൽ ചൈനയ്ക്ക് വലിയ തോതിൽ ഇപ്പോഴും ഹോൾഡ് ഉണ്ട് എന്ന വാർത്തകളുണ്ട്. അതിർത്തി സംസ്ഥാനം കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല പ്രതിരോധ പ്രശ്നം ഉള്ളതുകൊണ്ട്, സുരക്ഷാ പ്രശ്നം ഉള്ളതുകൊണ്ട് പത്രക്കാർക്ക് പോലും കൃത്യമായിട്ട് കൊടുക്കാനും പറ്റില്ല. ഒരു ആരോപണം ഇപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിനിടയിലും ഉയർന്നു കേൾക്കുന്നത്, പാവം ശ്രീലങ്കയുടെ നെഞ്ചത്ത് കയറാൻ ഇന്ത്യക്ക് പറ്റും, മോദി പോലും അത് ചെയ്യുന്നു, എന്താ ചൈനക്കിട്ട് മിണ്ടാത്തത് എന്നാണ്. എങ്ങനെ ഒരു വളരെ സീനിയറായ ജേർണലിസ്റ്റ് സാറ് കാണും? അരുണാചൽ പ്രദേശിന്റെ കാര്യം ഈ മുഹിത് സെന്നിന്റെ ഒരു ആത്മകഥയുണ്ട്, എ ട്രാവലർ ആൻഡ് ദ റോഡ് എന്നാണ് ആത്മകഥ. മുഹിത് സെൻ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതെ ആത്മകഥയാണത്. ആത്മകഥയാണ് ട്രാവലർ ആൻഡ് ദ റോഡ്, ഒന്നാന്തര ആത്മകഥയാണ്. അതിൽ ഈ ചൈനയുമായിട്ടുള്ള വാറ് നടക്കുമ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടൊക്കെ നന്നായിട്ട് പറയുന്ന പുസ്തകമാണ്. ആ ഭാഗത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഓരോ തവണയും പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകൾ, സുന്ദരയ്യ ഉദാഹരണത്തിന് പെട്ടെന്ന് പറഞ്ഞ പുറത്താണ്, സുന്ദരയ്യ ഒരു ദിവസം കുറേ മാപ്പുകളുമായി എടുത്തിട്ട് ആണ് CC മീറ്റിങ്ങിന് വരുന്നത്. എന്നിട്ട് CC മീറ്റിങ്ങിനെ ബോധ്യപ്പെടുത്തുകയാണ് ചൈന പറയുന്നതാണ് ശരി എന്ന് പറയുന്നത്.
അപ്പൊ അക്സായ് ചിൻ എന്ന് പറഞ്ഞാൽ കുപ്പിക്കഴുത്ത് എന്നാണ് അർത്ഥം. ആ സ്ഥലത്തിന്റെ അക്സായ് ചിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കുപ്പിക്കഴുത്ത് എന്നാണ്. അതിന്റെ ഇതെങ്ങനെയാണത്, ആ കുപ്പിയുടെ കഴുത്ത് ചൈനീസ്. അപ്പോൾ ആ അന്നും ആ പ്രശ്നങ്ങളുണ്ട്. അന്ന് ചൈനക്കാർ പറയുന്നത് ഞങ്ങളുടെ പിതൃക്കൾ വാഴുന്ന ഭൂമിയാണ്, അതാണ് ന്യായം പറഞ്ഞത്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. അന്ന് ചൈന ഡിസംബറിൽ 1962 ഒക്ടോബറിൽ ആക്രമിച്ച് ഒരുപാട് മണ്ടത്തരാന്ന് നെഹ്റുവും BK കൃഷ്ണമേനോനും പട്ടാളം മേധാവിയായിട്ട് നെഹ്റുവിൻ്റെ കുടുംബക്കാരനായ കൗളും ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, മുന്നണിയിലൊന്നും പോയിരുന്നില്ല. നമ്മൾ വലിയ തോതിൽ നമ്മൾ തോറ്റു പോയി. നമ്മൾ മറ്റേ ആസാം വരെയൊക്കെ കയറി വന്നല്ലോ. പിന്നെ ഒരുപാട് ഭൂപ്രദേശം അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു, വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ അരുണാചൽ പ്രദേശില് ഈ ചൈനയെ സംബന്ധിച്ച് ധാരാളം ലേഖനങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളത് കൊണ്ട് ചൈനീസ് പത്രങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗ്ലോബൽ ടൈംസിൽ എഴുതിയിട്ടുള്ള ഏക മലയാളി, ചിലപ്പോൾ ഏക ഇന്ത്യക്കാരൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇല്ല, ഒരു ലേഖനം അവർ ചോദിച്ചു, അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ശരി, അങ്ങനെ ഒരു മലയാളി ഉണ്ടാവില്ല. അമേരിക്ക വിരുദ്ധത കുറച്ചുള്ള ലേഖനാണ്, അതിൽ നമുക്കും വിരോധമില്ല. പക്ഷെ മോദിക്ക് അനുകൂലമായ കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ഒരു പത്രപ്രവർത്തകനെയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, അവര് ഈ അരുണാചൽ പ്രദേശിന് ചൈനീസ് പേരുകൾ ഇടുന്നൊക്കെ ഈ 1962 കാലത്തൊക്കെ അവർക്കുണ്ട്. അവരത് ഗാൽവാൻ സ്റ്റാൻഡ് ഓഫ് ഉണ്ടായില്ലേ, നമ്മളൊരു യുദ്ധത്തിന്റെ വക്കിലെത്തുന്ന പോലെയൊക്കെ 2 കൊല്ലം മുമ്പ് കോവിഡ് കാലം ഒക്കെ ആയപ്പോൾ ഉണ്ടായിരുന്നപ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. അവർ ഈ അരുണാചല് മൊത്തത്തിൽ അവരുടെ ഭാഗമായിട്ടൊക്കെ മാപ്പൊക്കെ വരച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ഇടതുപക്ഷക്കാരുടെ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പൊ അതിൽ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, കുറ്റപത്രം 8000 പേജ് ഉള്ള ചാർജ് ഷീറ്റാണ്. അത് ഇടതുപക്ഷക്കാരാണല്ലോ, മാർക്സിസ്റ്റുകളാണ്. മാത്രമല്ല, ഈ വൃന്ദ കാരാട്ടിന്റെ അനന്തരവൻ ഒക്കെ ഇൻവോൾവ് ആയതാണ് അതിൽ ന്യൂസ് ക്ലിക്ക്. ഈ ന്യൂസ് ക്ലിക്ക് ഈ ഇത്തരം ഭൂപടങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നും അതിൻ്റെ അകത്ത് ആരോപണം ഉണ്ടല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. ചൈനയുടെ ഭാഗമാണ് അരുണാചലിന്റെ ഇഷ്യൂ അതിൻ്റെ അകത്തുണ്ട്. അതിനർത്ഥം സാർ, ഞാനിപ്പോൾ ഇതിനോട് ചേർത്ത് ചോദിക്കട്ടെ, ഇപ്പോൾ ചൈനയോട് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രത്യേകിച്ചും ഒരു സോഫ്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ ചൈനയുടെ അധിനിവേശത്തെയും അതിക്രമത്തെയും സമാധാനപരമായ സംഭാഷണങ്ങളിലൂടെ തീർക്കുക. ജയശങ്കർ സാറിൻ്റെയൊക്കെ പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കുമോ ഈ അമേരിക്ക തരം കിട്ടുമ്പോഴൊക്കെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ ചൊറിയുന്നുണ്ട്? അമേരിക്ക തരം കിട്ടുമ്പോൾ ചൊറിയുന്നത് എന്താന്ന് വെച്ചാൽ, അമേരിക്കയുടെ പല ഫൗണ്ടേഷനുകളുടെ പൈസ വാങ്ങുന്ന ആളുകളെയാണ് ഇപ്പൊ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കേന്ദ്ര ഏജൻസികൾ. രണ്ട്, ഇന്ത്യ സൂപ്പർ പവർ ആകാൻ പോകുന്നു. അതാണ് പ്രധാനമായിട്ടും ഞാൻ കാണുന്നത്. ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ സൂപ്പർ പവർ ആവുന്നതിൽ താല്പര്യമില്ലാത്ത 2 പേരാണ് ഇപ്പൊ ഇന്ത്യക്കെതിരെ പറഞ്ഞത്, അമേരിക്കയും ജർമ്മനിയും. ജർമ്മനി കീഴ്പോട്ട് പോയല്ലോ. അത് അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പണ്ടിപ്പോ ഈ നെഹ്റു ഇന്ദിര പീരീഡിൽ ചെയ്തിരുന്നത് പോലെ, അന്നിപ്പോ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആണല്ലോ. അപ്പോൾ അമേരിക്കയെ എതിർക്കാൻ അന്ന് സോവിയറ്റ് യൂണിയനോട് ചാരി നിന്നത് പോലെ മോദി ഗവൺമെന്റ് ഏതാണ്ട് ചൈനയോട് ചാരി നിന്നുകൊണ്ട് അമേരിക്കയെ എതിർത്തുള്ള ഇപ്പോൾ പല ഇഷ്യൂലുണ്ടത്. ഈ സിഖ് തീവ്രവാദത്തിന്റെ ഇഷ്യൂലുണ്ടത്. കാനഡയും അമേരിക്കയും ഏതാണ്ട് ഒരുപോലെ ഇന്ത്യ ഗവൺമെന്റ്. ഇതിൻ്റെ അകത്ത് ഈ ശ്രീലങ്കയോട് നമുക്കിങ്ങനെ പറയാം, അങ്ങനെയല്ല. സത്യത്തിൽ മുകുൾ റോഹ്തഗി ഈ ജയലളിത കൊടുത്ത കേസ് ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിൽ ഇപ്പറും കിടക്കുന്നുണ്ടെന്ന്. ആ അധ്യായം അവസാനിച്ചതായിട്ട് കരുതണം. റോഹ്തഗി കോടതിയോട് പറയുകയാണ്, അല്ലെങ്കിൽ ശ്രീലങ്കയായിട്ട് നമുക്കൊരു യുദ്ധം വേണ്ടി വരുന്നു. യുദ്ധം കൊണ്ടേ ഇത് തീർക്കാൻ പറ്റുള്ളൂ. ഇനി ചൈനയുമായിട്ടുള്ള കാര്യം നോക്കുക. നമ്മൾ ഈ ചൈനയുടെ അകത്തൊരു ആഭ്യന്തര സമരം നടക്കുന്നുണ്ട്, പാർട്ടിക്കകത്തുണ്ട് പലതരത്തിലൊക്കെ. പല പാർട്ടിക്കാരെയൊക്കെ ഈ കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഷീ ജിൻപിങ് കൊന്നുകളയൊന്നൊക്കെ ചില ആളുകളെയൊന്നും കാണയില്ല. ജാക്മായുടെ ഒക്കെ അവസ്ഥയൊക്കെ നോക്കും. വിദേശകാര്യമന്ത്രിയെ തന്നെ കാണാതായിരുന്നു. പുതിയ വിദേശമന്ത്രിയെ വെച്ചു. മാത്രമല്ല, അവിടെ ഇപ്പൊ സാമ്പത്തികമായി വളരെ ദുർബലമാണ് ചൈന. 13%, 12% വികസനം വളർച്ച ഓരോ വർഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2%, 3% ഒക്കെ. പ്രോപ്പർട്ടി,
അതായത് റിയൽ എസ്റ്റേറ്റ് രംഗമൊക്കെ വളരെ പരിതാപകരമാണ്. അപ്പോൾ ഇന്ത്യക്കാണ് ലോകത്ത് ഗ്രോത്ത് ഉള്ളത്. ഇപ്പോൾ 8.2 അല്ലേ ലോകത്ത് വളർച്ചയുള്ള ഏക രാജ്യം എന്ന് പറയാവുന്നത് ഇന്ത്യയാണ്. ഇത് മോദിയുടെ ഒരു കഴിവായിട്ട് വേണം. ഒരു സ്റ്റേറ്റ്സ്മാൻ ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരാൾ. അതുകൊണ്ട് അദ്ദേഹത്തിനെ ദുർബലപ്പെടുത്തണം എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് താല്പര്യമുണ്ട്. അമേരിക്കയ്ക്ക് വലിയ താല്പര്യമാണ്. കാരണം അമേരിക്കൻ ട്രഷറി ബോണ്ട്സ് വാങ്ങിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ജപ്പാനും ചൈനയുമാണ്. ജപ്പാനും ചൈനയും ട്രഷറി ബോണ്ട്സ് പിൻവലിച്ചു കഴിഞ്ഞാൽ തന്നെ അമേരിക്ക ശരിക്കും കുത്തുവാളെടുക്കുന്ന അവസ്ഥ വരും. ഇതാണ് അവിടുത്തെ സാമ്പത്തിക അവസ്ഥ. ആഭ്യന്തര കടമൊക്കെ വലിയ ലെവലിലാണ് അമേരിക്കയിൽ. ട്രഷറി അടക്കേണ്ടി വരുന്നൊക്കെ അവിടെ മുന്നറിയിപ്പൊക്കെ കൊടുക്കാറുണ്ടല്ലോ അവിടെ ട്രഷറി സെക്രട്ടറി. ഈ ഇലക്ഷൻ കാലത്ത് ഉയർന്നു വന്നതല്ല, പലപ്പോഴും ഗവൺമെൻറ് തന്നെ ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്ന ഇഷ്യൂസിൽ ഇന്ത്യക്കാരെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുന്ന അണ്ടർ കറൻസ് ഉണ്ട് എന്നാണ് സാറ് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഈ ഇഷ്യൂസൊക്കെ തന്നെ ഉയർന്നു വന്നാൽ, വലിയ തോതിൽ ചർച്ചയ്ക്ക് വന്നാൽ, എല്ലാ തലത്തിലുള്ള ഭൗതികമായി ഉയർന്ന തലത്തിലും സാധാരണക്കാർക്കിടയിലും ചർച്ച ഉയർന്നു വന്നാൽ അതുകൂടി ഈ ഇലക്ഷൻ കാലത്ത് ഭരണമുന്നണിക്ക് ഗുണകരമായി ഭവിക്കും എന്നാണോ സാറിൻ്റെ പ്രതീക്ഷ? അതെ, അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് സതീശനും ഹസനും പത്രസമ്മേളനം നടത്തിയത് എന്തുകൊണ്ടാണ്? ദേശീയ തലത്തിൽ അത് സെക്കൻഡ് വിടാതെ ചർച്ചയായി. അമിത്ഷാ രാമനഗരയിൽ അരമണിക്കൂറിനകം ആ ഇഷ്യൂ ഉയർത്തി. കോൺഗ്രസ് ഉത്തരം പറയണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദേശീയ തലത്തിൽ ഈ ചെറിയ സംസ്ഥാനത്തെ കാര്യങ്ങൾ പോലും ചർച്ചയാക്കാനുള്ള ശേഷി BJPക്ക് ഉണ്ട്. എല്ലായിടത്തും അത് ചർച്ചയാക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ അതായത് അജണ്ട നിശ്ചയിക്കുന്നത് മോദിയും അമിത്ഷായും തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കച്ചിത്തീവ് തൊട്ട് കാശ്മീർ വരെയുള്ള ഇഷ്യൂസ് തീർച്ചയായിട്ടും കാശ്മീർ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ നമുക്ക് പോകണ്ട, അടുത്ത റൗണ്ടിൽ പോവാം. അപ്പോൾ ഈ ഇഷ്യൂസൊക്കെ തന്നെ ബോധപൂർവ്വം ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായ ഒരു ബോധനത്തിലൂടെ തന്നെ ഇലക്ഷന്, തെരഞ്ഞെടുപ്പിന് ജനമനസ്സിൽ അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഈ ദേശീയ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഒന്നും വരാത്ത തരത്തിൽ, അത് അതാണ് ഞാൻ പറഞ്ഞത്, കച്ചിത്തീവ് തൊട്ട് വളരെ മൗലികമായ ഇഷ്യൂസ് ഉയർന്നു വന്നിട്ടുണ്ട്. കച്ചിത്തീവ് തൊട്ട് അരുണാചൽ പ്രദേശ് വരെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വാഡ്ജ് ബാങ്ക് എന്ന് പറഞ്ഞാൽ തുരുത്തിന്റെ കാര്യം വന്നിട്ടുണ്ട്, കന്യാകുമാരിക്ക് തെക്കുള്ള. അതുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദേശീയ പ്രാധാന്യം, ദേശത്തിന്റെ അതിര് തൊട്ട് സുരക്ഷ വരെയുള്ള അനവധി കാര്യങ്ങൾ ബോധപൂർവ്വം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് ഗവൺമെന്റിനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ അഹമ്മദ് പറഞ്ഞത് വെച്ചിട്ട് ദേശീയ സുരക്ഷയും കൂടി ഒരു വിഷയമായി പ്രധാനപ്പെട്ട വലിയ വിഷയമായി. അത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കൂടി ഭാഗമാണ്. റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ജൂൺ 4 അറിയാം. നമസ്കാരം സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.